ചിരി എന്ന് നിൽക്കുന്നു അന്നേ ആ ടൗണിൽ നിന്ന് ബോയിഡും കൂട്ടുകാരും രക്ഷപ്പെടുള്ളൂ. അന്ന് മാത്രമേ ഈ ഫ്രം സീരീസ് കാണുന്നതിൽ നിന്ന് നമ്മളും രക്ഷപ്പെടുള്ളൂ. എന്നെങ്കിലും ഞാൻ ഈ ഒരു ഫ്രം സീരീസിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഈ വൃത്തിയുടെ ചിരി കൊണ്ടാണ്. ഇവൻ്റെ ചിരി കൊണ്ട് അഡിക്റ്റ് ആയതല്ല, എങ്ങനെയെങ്കിലും ഇവനെ ഫ്രം സീരീസിൽ നിന്ന് കൊന്നുകളയണം. ഇത് വേറെ ആരെ പറ്റിയല്ല, ഈ ഒരു സീരീസിലേക്ക് അവിചാരിതമായിട്ട് കടന്നു വന്ന ജേമി മഗ്വയർ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. അപ്പോൾ ഇത് കടന്നു വന്ന രീതി രസകരമാണ്. ഇയാൾ വേറെ കാസ്റ്റിംഗ് കോളുകളോ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ പെർഫോമൻസുകളോ ഉണ്ടോ ഒന്നുമല്ല ഈ ഒരു നടനെ കൊണ്ടുവരുന്നത്. ഈ ചില സിനിമകളിലൊക്കെ ചെറിയ റോളിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഈ സിനിമയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് പെർഫോമർ, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടറായിട്ട് ഈ മോൺസ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ ക്രീച്ചറുകളായിട്ട് അഭിനയിക്കാനായിട്ട് വിളിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഇയാൾ. അപ്പോൾ അങ്ങനെ അയാൾ ഈ ഒരു ഫസ്റ്റ് സീസൺ തൊട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ സംവിധായകർ ഇവരോട് പറഞ്ഞിരിക്കുന്നത് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഈ നടന്മാർക്ക് കൊടുക്കാറില്ല. അവർ വളരെ കാമായിട്ട് ചിരിച്ചുകൊണ്ട് നടന്നു വരിക, അത്രയും നിർദ്ദേശം ഇവരോട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മഗ്വയർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ ഇയാൾക്കറിയാം ഇയാളുടെ ചിരി ഐക്കോണിക്കാണെന്ന് ഇയാൾക്ക് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് ഇയാൾ എല്ലാ ഷോട്ടിലും ഇയാളുടെ സ്വതസിദ്ധമായ ഈ രണ്ട് ചുണ്ടുകളും നമുക്ക് ഈ നമ്മുടെ മറ്റേ സീരീസിൽ ഈ ജോക്കർ കാണിക്കുന്ന പോലുള്ള ഒരു ചിരിയും ചിരിച്ചിട്ട് വരും. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന സംവിധായകർ ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിലേക്ക് അത് കാണുകയും അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഇയാളെ മെയിൻ ക്യാരക്ടറായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അത് പിന്നീട് സീരീസിന് ഏറെ ഗുണം ചെയ്ത് ഞാൻ ഈ ഒരു സീരീസ് കാണുന്നത് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുന്നതൊക്കെ ഇവൻ്റെ ഈ ഒരു ചിരി കൊണ്ടാണ്. വളരെയധികം ആളുകളെ ഈ ഒരു ഫ്രം സീരീസിലേക്ക് അടുപ്പിക്കാൻ ഈ ഒരു ക്യാരക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇയാളുടെ ക്യാരക്ടറിനെ കൊല്ലുന്നതിലൂടെ അല്ലെങ്കിൽ മരിക്കുന്നതിലൂടെ ഉണ്ടായി. വലിയ രീതിയിൽ ഏറ്റവും വലിയ വില്ലൻ നിങ്ങൾ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ വലിയ ചർച്ചയുണ്ടായി. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒന്നും കൂടി പ്രേക്ഷകനെ ഒരു കോരിത്തിരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ് സംവിധായകരൊക്കെ. എന്തായാലും ജേമി മഗ്വയർ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ, സ്മൈലി അല്ലെങ്കിൽ ചിരിക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫ്രം സീരീസിന് കൊടുത്തിരിക്കുന്ന ഒരു ആംബിയർ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവൻ്റെ മരണത്തോടെ ആയിരിക്കും ആ ടൗണിൽ നിന്ന് ബോയിഡും കൂട്ടുകാരും രക്ഷപ്പെടാൻ പോകുന്നത്. ജേമി മഗ്വയറിൻ്റെ ഈ ഒരു കഥാപാത്രം കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഫ്രം സീരീസ് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത്? നമുക്കറിയാം മഞ്ഞക്കുപ്പായക്കാരനൊക്കെ ഇപ്പോൾ ഒന്നാണ്, അയാൾ പലതരം രൂപഭാവങ്ങളിലൂടെ പോകുമെങ്കിലും ഒരൊറ്റ ഭാവം കൊണ്ടാണ് ഈ ജേമി മഗ്വയറിൻ്റെ ഈ ഒരു കഥാപാത്രം, സ്മൈലി എന്നുള്ള കഥാപാത്രം ഇവിടെ ഫേമസ് ആയത്, ഫ്രം സീരീസിൽ മൊത്തത്തിൽ ഫേമസ് ആയത്. അപ്പോൾ ഈ ഒരു കഥാപാത്രം ഈ ഒരു സീരീസിന് കൊണ്ടുവന്ന പൊട്ടൻഷ്യൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.